പല ബിസിനസ്സുകാരും വിചാരിക്കുന്നത് നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ്. പക്ഷേ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സിസ്റ്റം ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ടീം ഇല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് ബിസിനസ്സിനെ വളർത്താൻ പറ്റുകയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഡ്രൈവർ ഉണ്ട് എന്ന് കരുതുക. ആ ഡ്രൈവർക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് ആ ഡ്രൈവറോട് ഇടത്തേക്ക് പോകും, വലത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധ മാറുകയോ നിങ്ങളൊന്ന് ഉറങ്ങിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷൻ മാറിപ്പോകാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് എംപവർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് എംപവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എംപവർ യുവർ ടീം ടു ഫോളോ ദ മാപ്പ് എന്നുള്ളതാണ്. നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന മാനേജീരിയൽ സിസ്റ്റമാണ് നിങ്ങളുടെ മാപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് SOPs കാണാം, പോളിസീസ് കാണാം, പ്രൊസീജിയേഴ്സ് കാണാം, അതുപോലെ നിരവധി ചെക്ക് ലിസ്റ്റുകളൊക്കെ കാണാം. ഇവയൊക്കെ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും ഇത് എങ്ങനെയാണ് ഓരോ എംപ്ലോയീസിൻ്റെയും ലൈഫിനെ ഈസി ആക്കുന്നത് എന്നും എങ്ങനെയാണ് ഇത് ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് നയിക്കുന്നത് എന്നുമുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങളുടെ എംപ്ലോയീസിന് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റിക്രൂട്ട് ദ റൈറ്റ് ഡ്രൈവർ എന്നുള്ളതാണ്. റൈറ്റ് ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള ഡ്രൈവേഴ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 1 റേസ് ട്രാക്ക് ഡ്രൈവേഴ്സ്, 2 ഓഫ് റോഡ് ഡ്രൈവേഴ്സ്, 3 നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, 4 നമ്മുടെ ടാക്സി ഓടിക്കുന്ന ഡ്രൈവേഴ്സ്. അങ്ങനെ പലതരത്തിലുള്ള ഡ്രൈവേഴ്സിനെ നമുക്കറിയാം. എന്നാൽ റേസ് ട്രാക്കിൽ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ കൊണ്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. കാരണം അയാൾക്ക് ഓഫ് റോഡ് ചെയ്യാനുള്ള സ്കില്ലുകൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. ഓഫ് റോഡ് ചെയ്യുന്ന ഒരു ഡ്രൈവറെ കൊണ്ട് റേസ് ട്രാക്കിൽ കൊണ്ടുവന്ന് ഓടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാം. കാരണം സ്കിൽ സെറ്റിലുള്ള മിസ്മാച്ച് ആണ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ ജോബ് പൊസിഷനും വേണ്ടിയിട്ടുള്ള ഓരോ പെക്യൂലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ ആവശ്യമാണ്. ഈ സ്കിൽ സെറ്റുകളുള്ള വ്യക്തികളെ നിങ്ങൾ റിക്രൂട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കൂടുതൽ പ്രൊഫഷണൽ ആക്കുകയും സ്കിൽ സെറ്റ് ഓറിയന്റഡ് ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി 3ാമത്തെ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എംപ്ലോയീസിന് റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ്. റെഗുലർ ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച മാപ്പിലൂടെ തന്നെയാണോ, അതേ റൂട്ടിലൂടെയാണോ നിങ്ങളുടെ എംപ്ലോയീസ് പോകുന്നത് എന്നുള്ളത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുകയും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസോ ഡൈവേർഷൻസോ ആവശ്യമുണ്ടോ എന്നുള്ളത് എക്സാമിൻ ചെയ്ത് അവരുടെ ഒരു ഇൻപുട്ടോട് കൂടി തന്നെ അവരെ നേർവഴിക്ക് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മാപ്പ് ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ മാപ്പിനെ മനസ്സിലാക്കുന്ന ഒരു നല്ല ടീമിനെ വാർത്തെടുക്കുവാനും അതുവഴി നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഡ്രൈവ് ചെയ്തെത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും.